സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരു ശിഷ്യ ബന്ധങ്ങളുടെ കഥകൾ പറഞ്ഞു വയ്ക്കുന്ന പാരമ്പര്യങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട്. ഭാരതീയ ഭക്തി സംസ്കാരത്തിൽ പാരമ്പര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഉപമന്യു എന്ന് പറയുന്ന ഒരു ശിഷ്യൻ, അദ്ദേഹം പഠനത്തിൽ അല്പം മോശമായിരുന്നു. പക്ഷേ ഗുരുഭക്തിയിൽ മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ എല്ലാവരെയും സമർത്ഥനായിരുന്നു അയാൾ. അവൻ്റെ ഗുരുഭക്തിയിൽ തൻ്റെ ഗുരു വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു. ഈ ഗുരു തൻ്റെ ഈ ശിഷ്യനെ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഗുരു ശിഷ്യനെ പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത് മറ്റുള്ള ശിഷ്യന്മാർക്കെല്ലാവർക്കും ധർമ്മശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ശിഷ്യനെ തൻ്റെ ആശ്രമത്തിലെ കന്നുകാലികളെ മേയ്ക്കുവാനായിട്ട് പറഞ്ഞുവിടുകയാണ്. പക്ഷേ തൻ്റെ ഗുരുവിൻ്റെ ശാസന സ്വീകരിച്ചുകൊണ്ട്, സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് കന്നുകാലികളെ മേയ്ക്കുവാനായിട്ട് ഈ ശിഷ്യൻ പോവുകയാണ്. പക്ഷേ മറ്റുള്ള ശിഷ്യന്മാർ ബുദ്ധിശൂന്യൻ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുന്നു. മറ്റുള്ള ശിഷ്യന്മാരുടെ അഹന്തയെ ശമിപ്പിക്കുവാനായിട്ട്, അതിൻ്റെ പാഠം പഠിപ്പിക്കുവാനായിട്ട് ഗുരു തീരുമാനിച്ചുകൊണ്ട് ഉപമന്യുവിനെ വിളിച്ച് ഈ ഗുരു പറയുന്നു, നാളെ തുടങ്ങി നീ ആശ്രമത്തിൽ ഭക്ഷിക്കേണ്ടതില്ല, നിനക്ക് ആശ്രമത്തിൽ ഭക്ഷണമില്ല, നീ എവിടെ നിന്നെങ്കിലും ഭക്ഷിച്ചു കൊള്ളുക. ഉപമന്യു അതും സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് തനിക്കേൽപ്പിച്ച ജോലിയിൽ വ്യാപൃതനായി പോകുന്നു. കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളെല്ലാം ഭക്ഷിക്കുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ശിഷ്യൻ ഭക്ഷിച്ചത് വളരെ വിഷവസ്തു ആയിട്ടുള്ള ഒരു പഴമാണ്. അതുനിമിത്തം അയാൾ അന്ധനായി മാറി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്, നിലം പതിക്കുകയാണ്. തൻ്റെ അരുമ ശിഷ്യനെ കാണാതായ ഗുരുവും മറ്റു ശിഷ്യന്മാരും ഈ ശിഷ്യനെ തേടി ഇറങ്ങുകയാണ്, ഉപമന്യുവിനെ തേടി ഇറങ്ങുകയാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് അവർ ഈ ശിഷ്യനെ വലിച്ചു കയറ്റുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ ശിഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ കാഴ്ചശക്തി എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഗുരു ഈ ശിഷ്യനോട് പറയുന്നു, നീ ഉപവസിച്ചുകൊണ്ട് തന്നെ ഈ കാട്ടിൽ നിൻ്റെ ഇഷ്ടദൈവത്തോടുള്ള ജപം ജപിക്കുക, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക. ഇതിൻ്റെ നിവാരണം നിൻ്റെ ഇഷ്ടദൈവം നിനക്ക് പറഞ്ഞു തരും. ഗുരുവിൻ്റെ വാക്യം ശിരസാവഹിച്ചുകൊണ്ട് അവൻ അവിടെ ഉപവസിച്ചുകൊണ്ട് ജപിക്കുകയാണ്. അവസാനം ഇഷ്ടദൈവം ഇവൻ്റെ ഈ ത്യാഗത്തിൽ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇവന് വേണ്ടുന്ന കാര്യം ഒരു മരുന്നായിട്ട്, ഇവൻ്റെ അന്ധത മാറ്റുന്ന മരുന്നായിട്ട് ഈ ഇഷ്ടദൈവം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യൻ പറയുകയാണ്, എൻ്റെ ഗുരുവിൻ്റെ സമ്മതമില്ലാതെ ഇത് ഭക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഇത്ര കാലവും ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ശിക്ഷണത്തിലാണ് വളർന്നത്. ഗുരുവിൻ്റെ ഒരു വാക്കുപോലും അണിവിടെ തെറ്റാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൈവമായിരുന്നാൽ പോലും എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ ശാസനയെ തെറ്റിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ ഗുരുവിൻ്റെ അനുവാദം വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവം പറയുന്നു, നിൻ്റെ ഗുരു പോലും എന്നെയാണ് ഉപാസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. പക്ഷേ ഈ അരുമ ശിഷ്യൻ തൻ്റെ ശാഠ്യം തുടരുന്നു. ഈ ശിഷ്യൻ്റെ ഗുരുഭക്തിയിൽ പ്രീതിപ്പെട്ടുകൊണ്ട് ഈ ഇഷ്ടദൈവം അവന് വേദശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം ഹൃദ്യസ്ഥമാക്കുന്നു. അവനെ ഒരു ജ്ഞാനിയാക്കുന്നു. ജ്ഞാനിയായിട്ട് അവൻ ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. മറ്റു ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെടുകയാണ്. ഈ ശിഷ്യനോടുള്ള ഈ ഒരു സമീപനം, ഗുരുവിൻ്റെ സമീപനം, ശിഷ്യനെ ജ്ഞാനിയാക്കുന്ന ഗുരുവിൻ്റെ സമീപനം, ഒരുപക്ഷെ ഇതേ സമാനതകളോടുകൂടിയാണ് ഇന്നത്തെ സുവിശേഷവും, യോഹന്നാൻ്റെ സുവിശേഷം, യേശു വെള്ളത്തിനു മീതെ നടക്കുന്ന അത്ഭുതവും പറഞ്ഞു വയ്ക്കുന്നത്. യേശു വെള്ളത്തിനു മീതെ നടക്കുന്നു,
എന്തിന്, അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട്. 3 സുവിശേഷങ്ങളിലാണ് നാം ഇത് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിലും 6-ാം അധ്യായത്തിൽ നാം ഇത് കാണുകയാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തതകളോടുകൂടിയാണ് പറയുന്നതെങ്കിലും ഇവരുടെ എല്ലാം ഉദ്ദേശം യേശു തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൻ്റെ പാഠം പഠിപ്പിക്കുവാനെന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ ചരിത്രത്തെ അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും കൂടെ പറയുന്ന ഒരു സുവിശേഷകനാണ് മത്തായി. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം കുറച്ച് ദൈർഘ്യമുള്ളതാണ്. മത്തായി പറഞ്ഞു വയ്ക്കുകയാണ്, യേശു കടലിനു മീതെ നടക്കുക മാത്രമല്ല, മറിച്ച് തൻ്റെ അരുമ ശിഷ്യനായ പത്രോസിനെ കൂടി കടലിനു മീതെ നടക്കുവാനായിട്ട് പ്രാപ്തനാക്കുന്നു. അവൻ ശങ്കിച്ച് മുങ്ങിത്താഴുമ്പോൾ പത്രോസിനെ കൈപിടിച്ചുകൊണ്ട്, അല്പവിശ്വാസി, നീ ശങ്കിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ് അവനെ കൂടി വെള്ളത്തിനു മീതെ നടക്കുകയാണ്. അവസാനം അവർ വഞ്ചിയിൽ പ്രവേശിക്കുമ്പോൾ കടലിൽ ശാന്തതയുണ്ടാകുന്നു, കാറ്റ് ശമിക്കുന്നു. ശിഷ്യന്മാർ ഇത് കണ്ടുകൊണ്ട് പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്, നീ സത്യമായും ദൈവപുത്രനാണ്. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് യേശു പറയുന്നതിൻ്റെ, യേശു വെള്ളത്തിനു മീതെ നടക്കുന്നതിൻ്റെ അത്ഭുതത്തിൻ്റെ അന്തരം എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് വിശ്വാസത്തിൻ്റെ പാഠം പഠിപ്പിക്കുവാനാണ്. ഇനി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് പരിപുരുത്ത യാഥാർത്ഥ്യങ്ങളോടെ അതിൻ്റെ വളരെ യാഥാസ്ഥിതികതയോടുകൂടി പറഞ്ഞു വയ്ക്കുന്ന ഒരു സുവിശേഷകനാണ് മർക്കോസ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ അവസാന ഈ പാസേജിൻ്റെ അവസാന ഭാഗത്തോട് നമ്മൾ കാണുകയാണ്, അവൻ വള്ളത്തിൽ പ്രവേശിച്ചപ്പോൾ കാറ്റ് ശമിച്ചു. ഇത് കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ആശ്ചര്യഭരിതരായി. കാരണം അവർ അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചിരുന്നില്ല, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. ഈ വചനഭാഗത്തിന് വളരെയേറെ ഉൾപ്പൊരുളുണ്ട്. എന്തുകൊണ്ടുള്ള അപ്പത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇവിടെ മർക്കോസ് പറയുന്നു. ഈ 3 സുവിശേഷകന്മാരും വെള്ളത്തിനു മീതെ നടക്കുന്ന അത്ഭുതത്തെ വിശുദ്ധീകരിക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ഒരു അടയാളമായിട്ടാണ്, അത്ഭുതമായിട്ടാണ്. 2 തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. ഒന്ന് ഭൗതിക തലത്തിലുള്ള അത്ഭുതം, രണ്ടാമത് ആത്മീയ തലത്തിലുള്ള അത്ഭുതം. മിറക്കിൾ ഓഫ് ഫിസിക്കൽ നേച്ചർ ആൻഡ് മിറക്കിൾ ഓഫ് സ്പിരിച്വൽ നേച്ചർ. ശിഷ്യന്മാരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു, അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ഈ ഭൗതികമായിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ട് അവർക്ക് അത്ഭുതങ്ങൾ അല്ലാതായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവരെ വിശ്വാസത്തിൽ കൂടുതൽ വളർത്തുക യേശുവിൻ്റെ ഒരു ആവശ്യമായിരുന്നു. തൻ്റെ ശക്തിയിലുള്ള, തൻ്റെ ദൈവത്വത്തിലുള്ള വിശ്വാസം ശിഷ്യന്മാരിൽ വളർത്തണമായിരുന്നു. അത് നമ്മൾ കൂടുതൽ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ദൈവം വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, വളരെയേറെ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമൂലമാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും അതെല്ലാം ഒരു സാധാരണ കാര്യമായി, ഒരു സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ അത്ഭുതം, ആധ്യാത്മിക തലത്തിലുള്ള അത്ഭുതം നടക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ ആധ്യാത്മിക തലത്തിലുള്ള അത്ഭുതം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാനസാന്തരമാണ്, വിശ്വാസത്തിലുള്ള ഒരു പുനർജന്മം. അതാണ് ശിഷ്യന്മാർക്ക് യേശു ഈ വെള്ളത്തിന് മീതെ നടക്കുന്നതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം ഈ വചനഭാഗത്തെ വിവരിക്കുന്നത് ഒരു ഒരുക്കമായിട്ടാണ്. എന്തിനുള്ള ഒരുക്കം? ഒരു വലിയ പ്രബോധനത്തിൻ്റെ ഒരുക്കം. വെള്ളത്തിനു മീതെ നടക്കുന്ന ഈ അത്ഭുതം യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത്
ഒരു വലിയ പ്രബോധനത്തിൻ്റെ തുടക്കമായിട്ടാണ്. എന്താണ് ആ വലിയ പ്രബോധനം? ഞാനാണ് നിത്യജീവൻ്റെ അപ്പം, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവർ നിത്യമായും ജീവിക്കും. ഒരു പക്ഷേ തിരുസഭയെ അനാദികാലത്തോളം യുഗാന്ത്യം വരെ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പ് പകരുന്ന ഒരു സുവിശേഷ ഭാഗം, ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രബോധനമാണ് യേശു നൽകുന്നത്. ഈ പ്രബോധനം കേട്ടുകൊണ്ട് പലരും യേശുവിനെ വിട്ടു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പല ശിഷ്യന്മാരും, അതുപോലെ തന്നെ യഹൂദർ പിറുപിറുക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും വിട്ടുപോകുന്നില്ലേ? അരുമശിഷ്യനായ പത്രോസ് പറയുന്നു, ഞങ്ങൾ വേറെ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലും ഉണ്ടല്ലോ. ഞങ്ങൾ വേറെ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയും പറയുവാനായിട്ട് ഒരു പക്ഷേ പ്രേരിപ്പിച്ചത് ഈ കടലിനു മീതെ നടന്ന ഈ അത്ഭുതമായിരിക്കണം. കാരണം സാധാരണക്കാരനായ ഒരു മത്സ്യബന്ധ തൊഴിലാളിയെ അവൻ്റെ ഏറ്റവും വലിയ സങ്കടം, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, അവൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത് ക്ഷുഭിതമായ കടലായിരിക്കും. നമുക്കറിയാം, വെള്ളത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന സംഭവങ്ങളിലൂടെ നമ്മൾ ഗ്രഹിച്ചതാണ്. ഈ വെള്ളത്തിൻ്റെ ശക്തിയെ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറുക്കുവാനാകാത്ത ഈ വെള്ളത്തിൻ്റെ ശക്തിയെ ശാന്തമാക്കിക്കൊണ്ടാണ് യേശു താൻ ദൈവപുത്രനാണ് എന്ന് തൻ്റെ ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് ഒരു പ്രബോധനത്തിൻ്റെ തുടക്കമാണ്. കാരണം ഈ പ്രബോധനം കേട്ട് അവൻ്റെ ശിഷ്യന്മാർ പതറരുത്. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ പലർക്കും ഈ പ്രബോധനം മൂലം ഉണ്ടാകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ പോകാത്തത് ഈ വെള്ളത്തിനു മീതെ അവിടുന്ന് നടന്ന ഈ അത്ഭുതം നിമിത്തമാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. നമ്മളുടെ സഹനങ്ങളിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. നമ്മളുടെ ക്ലേശങ്ങളിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ആവശ്യം നമ്മളുടെ ഗുരുവായ യേശുവിലുള്ള വിശ്വാസം അവിടുന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. അവിടുന്ന് തന്നെ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന പാഠങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നമുക്ക് തകർച്ചകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, രോഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ഒരുക്കുന്ന യേശുവാകുന്ന ഗുരുവ് നമ്മളെ ഒരുക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന്, അതിനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കട്ടെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദേശമായി നാം സ്വീകരിക്കേണ്ടത്. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.